ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ പുതുതായിട്ട് മേടിച്ച ആക്റ്റീവയിൽ അങ്ങ് ദൂരെ കോട്ടയം ജില്ലയിലെ വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ ആദ്യം വിചാരിക്കുന്നത് ഈ വാഗമൺ എന്ന് പറയുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലാണ്. പിന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് കോട്ടയത്തിൻ്റെ അതിർത്തി പ്രദേശത്താണ് ഈ വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഞാൻ ഈ വാഗമണിൽ പോകാനൊരു കാര്യമുണ്ട്. ഞാൻ അത്യാവശ്യം വാട്ടർ കളർ ചിത്രങ്ങളൊക്കെ ചെയ്യുമെങ്കിലും പക്ഷേ അധികാരികമായിട്ട് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പഠിക്കാനൊരു സുവർണാവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സുജിത് നവത്തിൻ്റെ ഒരു 2 ദിവസത്തെ വർക്ക്ഷോപ്പ് വാഗമൺ വെച്ച് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഞാൻ ഒരു രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് എൻ്റെ സ്കൂട്ടിലിറങ്ങി ഒരു 2:30 ആയപ്പോൾ വാഗമൺ എത്തി. വാഗമണിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളായിരുന്നു ഈ ആർട്ട് ക്യാമ്പിലേക്ക്. പക്ഷേ ഗൂഗിൾ അമ്മച്ചി എന്നെ ശരിക്കും വഴി എത്തിച്ച് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്യാമ്പിലെത്തിയത്. എന്തായാലും പിറ്റേ ദിവസം വൈകിട്ട് തന്നെ ഞങ്ങളെത്തി. മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏകദേശം 90 ഏക്കറിൽ ഒരു കുന്നിൻ ചെരുവിലാണ് ഈ ക്യാമ്പുള്ളത്. ഈ ക്യാമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു റിസോർട്ടാണ്. ഈ റിസോർട്ടിൽ ആർട്ട് സംബന്ധിച്ചുള്ള പിന്നെ മ്യൂസിക് സംബന്ധിച്ചുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ റിസോർട്ട് അനുഭവിച്ചു കൊടുക്കത്തുള്ളൂ. ഈ റിസോർട്ടിൻ്റെ ഓണർ സിറിൽ പി ജേക്കബ് എന്ന് പറഞ്ഞ സാറാണ്. സാറിന് നമുക്ക് വീഡിയോയിൽ ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം. എന്തായാലും വൈകിട്ട് അവിടെയൊക്കെ എത്തി മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു. ഈ ക്യാമ്പിന് 4 വശത്തും ഒരുപാട് പേരമരങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളൊരു ഡോർമിറ്ററിക്കകത്താണ്. ഞങ്ങൾ 3 പേരാണ് ഈ ഡോർമിറ്ററി. വളരെ സൗകര്യമൊക്കെയുള്ള ഒരു ഡോർമിറ്ററി. ഇതിൻ്റെ വരാന്തയിലിരുന്ന് വെളിയോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞത് ഇതാണ്. സാധ്യമായൊരു വ്യൂ ആണ്. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ വർക്ക്ഷോപ്പൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിലൊരു ഗ്യാലറി ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്നൊക്കെ വർക്ക് ചെയ്യാം. പക്ഷേ ഞങ്ങളെന്തായാലും ഇവിടെ ഇരിക്കാനാണ് കൂടുതലും താല്പര്യപ്പെട്ടത്. അപ്പം ചെറിയ ക്ലാസ്സൊക്കെ ഇവിടെ വെച്ചാണ്. പേരക്കയുടെ കാര്യം പറഞ്ഞില്ലേ, ഇതിൻ്റെ പേരക്ക തിന്ന് ഞങ്ങൾ മടുത്തു. കൊതി തീരോളം പേരക്ക തിന്നെ. ഇത്രയ്ക്ക് അസാധ്യ രുചിയുള്ള പേരയ്ക്ക. എന്തായാലും വൈകിട്ട് നമ്മൾ അവിടെ എത്തി ഈ സൗകര്യങ്ങളെല്ലാം കണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ 6 മണിക്കൊരു വാക്കിങ് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ ഈ മെയിൻ കൃഷി. ഇത് പിന്നെ മല ഇഞ്ചി എന്ന് പറയും. ഇത് 4 വർഷത്തിൽ ഒരിക്കലാണ് ഇത് വിളവെടുക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങളെല്ലാവരും കൂടി ഒരു നടക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പോൾ ക്യാമറ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ഫ്രെഡിയാണ് ഞങ്ങളുടെ മൊത്തം ക്യാമറമാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം സിറിൽ സാറ്, സുജിത് നവം, പിന്നെ രമ മാഡം, പിന്നെ സുനിൽ സാറ്, പിന്നെ അനൂപ്, ഇങ്ങനെ ഞങ്ങൾ 7 പേര് അടങ്ങിയ സംഘമാണ് ഈ വർക്ക്ഷോപ്പിലുള്ളത്. രാവിലെ എണീച്ച് ഈ നടത്തം കുന്നിൻ ചെരുവിലോട്ട് ഇറങ്ങുകയാണ്. സാറ് ഈ നാടിൻ്റെ ഓരോ പ്രത്യേകതകളും ഇതിൻ്റെ പുരാണങ്ങളും എല്ലാം പറഞ്ഞ് നടക്കുന്നിടയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ ഒരു സാധനമാണ് കമ്മ്യൂണിസ്റ്റ് ചെടി. അതിനെ കാണാൻ സാധിച്ചത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ചെടി കാണുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിരുന്നു. നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇല പിടിച്ച് നമ്മൾ തേക്കുമായിരുന്നു, ഞെരടിയിട്ട് തേക്കുമായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ കാണിച്ച് സാറ് ഞങ്ങൾ തേയിലച്ചെടി കാണിച്ച്. തേയിലച്ചെടി ആദ്യമായിട്ട് ആണ് ഞാൻ കാണുന്നത്. മുമ്പ് ചെറുപ്പത്തിൽ ഇപ്പോഴോ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര നമുക്കൊരു അറിവായി കഴിഞ്ഞ് കാണുമ്പം ഒരു പുത്തൻ ഉന്മേഷമല്ലേ. എന്തായാലും അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അപ്പം മുമ്പ് കണ്ടിട്ടുള്ള ആളുകളും ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അതിലൊരാൾ ഈ തേയിലയുടെ കിളിത്തിൻ്റെ സവിശേഷതകളെല്ലാം നമ്മളോട് പറഞ്ഞു തന്നു. ഇതിൻ്റെ ഏതിലയാണ് ഗ്രീൻ ടീ ആകുന്നത്, ഏതിലയാണ് തേയിലയായിട്ട് മാറുന്നത്, 3ാമത്തെ ഇല എന്ത് ചെയ്യും എന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മളോട് അറിവുള്ളവർ പറഞ്ഞു തന്നെ. എന്തായാലും കുറച്ച് അധിക സമയം ഞങ്ങളവിടെ നിന്ന്. ഇതാണ് രമ മാഡം, ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. രമ മാഡത്തിന് മുമ്പ് ഇവിടെ വന്ന എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അവർക്ക് കിട്ടിയ അറിവ് നമുക്കൂടെ പറഞ്ഞു തരികയാണ്. എന്തായാലും ഇതാണ് സിറിൽ സാറ്. സിറിൽ സാറ് പണ്ട് മണിമുഴക്കം എന്ന സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ശ്രീനിവാസൻ സാറൊക്കെ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയില്ലേ, അതിലെ നായകനായിരുന്നു സിറിൽ പി ജേക്കബ് എന്ന് പറഞ്ഞ ഈ സാറ്. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു. സാറെന്താ പിന്നെ സിനിമയിൽ തുടരാഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ആ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ സാറിന് ബാങ്കിൽ ജോലി കിട്ടി. അപ്പോൾ അത് ജീവിതം സുരക്ഷിതമല്ലേ എന്ന് കരുതിയിട്ട് പുള്ളി പിന്നെ സിനിമയുടെ പുറകെയൊന്നും പോയിട്ടില്ല. പിന്നെ ഈ ചെടിയെപ്പറ്റി പറഞ്ഞാൽ നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെയൊക്കെ ശ്രേണിയിൽപ്പെട്ട ഒരു മരമാണ്. ഇതിൻ്റെ പഴുത്ത് കഴിഞ്ഞ് പണ്ടത്തെ ആൾക്കാരൊക്കെ കഴിക്കുമായിരുന്നു, നല്ല എനർജി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ്. ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു പാറപ്പുറം കണ്ട് അവിടെ കുറച്ച് സമയം ഇരിക്കാമെന്ന് വെച്ച് വന്നതാണ്. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ നേരമൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വൈകിട്ട് വരാം എന്ന പ്ലാനിൽ ഞങ്ങൾ അവിടുന്ന്
പിരിയാണ് ഉണ്ടായത്. എന്തായാലും ഇതാണ് ഫ്രെഡി എവിടെ പോയാലും ഈ ക്യാമറയും തോളി വെച്ചിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നേ. നമുക്ക് ഇതാണ് സുജിത് നവം, ഈ ക്യാമ്പിൻ്റെ കുറേറ്റർ, മെൻറ്റർ എല്ലാം സുജിത് നവമാണ്. സാധ്യ ആർട്ടിസ്റ്റാണ്, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ സിറിസാർ പറഞ്ഞു മുകളിൽ കുറച്ച് നല്ല പേരയുടെ വെറൈറ്റി നിൽപ്പുണ്ട്, നമുക്ക് അവിടോട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടോട്ട് പോകാൻ ഇച്ചിരി ശ്രമകരമായിട്ടുള്ള പണിയായിരുന്നു. കാട്ടുപന്നിയൊക്കെ കാണുമെന്ന് പറഞ്ഞ് സാറ് പേടിപ്പിച്ചെങ്കിലും ഞങ്ങൾ പേരയുടെ രുചി ഓർത്ത് അതിൻ്റെ ഇടയിലോട്ട് നൂന്നിറങ്ങി പേരമരത്തിൽ കയറി പേരയ്ക്കൊക്കെ പറിച്ചേ. ശരിക്കും ഒരു ഭീതി ഉണ്ടായിരുന്നു, വല്ല ഇഴയന്തുക്കളോ പന്നിയോ എല്ലാം കാണുമെന്ന്. പക്ഷേ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കുറേ പേരയ്ക്കെല്ലാം പറിച്ച് കഴിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. രാവിലെ പുട്ടും കടലയാണ്. പുട്ടും കടലയെന്ന് പറഞ്ഞാൽ വീട്ടിൽ പുട്ടുണ്ടാക്കിയ കഴിയട്ടെ ഞാൻ ഇടുക്കി പോയി നല്ല സ്വാദിഷ്ടമായ പുട്ടും കടലയും കഴിച്ചേ. ഇവിടുത്തെ ഫുഡൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അന്ന് രാവിലെ ആദ്യത്തെ ദിവസം ശനിയാഴ്ച രാവിലെ ഞങ്ങളുടെ ഡെമോ തുടങ്ങുകയാണ്. കുറേ കാര്യങ്ങൾ ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടാണ് സുഹൃത്ത് ഡെമോയിലോട്ട് കിടക്കുന്നത്. ഇത് നമ്മൾ ഒരു കളർ മാത്രം ഉപയോഗിച്ചുള്ള മോണോക്രോം സ്റ്റൈലിലാണ് ചെയ്യുന്നത്. ഈ പിക്ചറാണ് മോണോക്രോം സ്റ്റൈലിൽ ചെയ്യുന്നത്. സുജിത്ത് അതിൻ്റെ എല്ലാവിധ രീതികളും പറഞ്ഞിട്ടാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. ഇത് വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ട്യൂട്ടർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ പലപ്പോഴായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പം ഈ ക്യാമ്പിൽ വന്നത് വലിയൊരു കാര്യമായിട്ട് കരുതുന്നു. അപ്പോൾ സുജിത് നവത്തിനും സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സുജിത് നവം എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അതിൽ ധാരാളം വീഡിയോസ് സുജിത്ത് ചെയ്തിട്ടുണ്ട്. അത് ഒരു തുടക്കക്കാർക്ക് തൊട്ട് ബിഗിനേഴ്സ് ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ ഉള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് സുജിത്ത് ചെയ്തത്. നമ്മൾ മലയാളത്തിൽ ഇതേപോലെയുള്ള വീഡിയോസ് വേറെ ആരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സുജിത്ത് തൃപ്പൂണിത്തറ RLV കോളേജിലാണ് ഫൈനാൻസ് പഠിച്ചത്. ഇപ്പം ബൈ പ്രൊഫഷണലായിട്ട് ആർട്ട് തന്നെ കൊണ്ട് നടക്കുകയാണ്. ഇതേപോലെ ധാരാളം വർക്ക്ഷോപ്പുകൾ ഈ വാഗമണിൽ നടത്തിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 4ാമത്തെ 5ാമത്തെ വർക്ക്ഷോപ്പാണിത്. ഇനിയും ധാരാളം വർക്ക്ഷോപ്പുകൾ സുഹൃത്തിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ സുഹൃത്തിൻ്റെ വാട്ടർ കളർ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതൊരു ബെറ്റർ ചോയ്സ് ആയിട്ടിരിക്കും. എന്തായാലും സുഹൃത്ത് ഈ ഡെമോ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഓരോ സാങ്കേതിക വശങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് വ്യക്തമാക്കി കാണിച്ചുകൊണ്ടാണ് ഡെമോ ചെയ്യുന്നത്. എന്തായാലും ഒരിക്കലും മിസ് ചെയ്യാൻ തോന്നാത്ത വളരെ നല്ലൊരു അനുഭവമായിരുന്നു. നമ്മൾ ഈ ഡെമോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വളരെ സൈലൻ്റായിട്ടാണ് ഈ ഡെമോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗങ്ങളും സുഹൃത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വളരെ അടുത്ത് നിന്ന് കണ്ടു മനസ്സിലാക്കിയത്. ഒരുപക്ഷെ സുഹൃത്തിന് ഇത് ഒരുപാട് ആൾക്കാരെ ഉൾക്കൊള്ളിച്ച് വേണമെങ്കിൽ ഈ ക്യാമ്പ് നടത്താമായിരുന്നു. അപ്പം എല്ലാവർക്കും ശ്രദ്ധിക്കാനും പഠിക്കാനും കഴിയത്തില്ല എന്ന് കരുതി ജസ്റ്റ് ഒരു 6 പേര് മാത്രമാണ് ഈ ഒരു വർക്ക്ഷോപ്പിനകത്തിൽ പങ്കെടുപ്പിക്കുന്നുള്ളൂ. അവിടെ തന്നെ നമുക്ക് സുജിത്തിൻ്റെ യുക്തി മനസ്സിലാക്കാം. ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പലർക്കും പഠിക്കാൻ പറ്റാതെ വരും. അവർ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കണ്ട് ഇരിക്കും. ഇത്രയും വളരെ ആൾക്കാർ കുറവാണെങ്കിൽ അത്രയും അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ സുജിത്തിൻ്റെ ചെയ്ത അതേ ഡെമോന്ന് ഞങ്ങൾ മോണോക്രോമിൽ ചെയ്യുകയാണ്. ഇപ്പോൾ സുജിത്ത് ചെയ്തത് പേർഷ്യൻ ബ്ലൂവിലാണെങ്കിൽ ഞാൻ കൊബാൾട്ട് ബ്ലൂവിലാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വ്യത്യാസം കൊണ്ട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ചെയ്ത വർക്ക്. ഇത് കണ്ടപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ നല്ല രസമുണ്ടായിരുന്നു ഒന്നിച്ചിരുന്ന് ചെയ്യാൻ. ഈ 6 പേര് ചെയ്യുമ്പോൾ 6 വിധത്തിൽ തന്നെ ഒരു പിക്ചർ മാറുകയാണ്. അതാണ് വാട്ടർ കളറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അത് ഞാൻ ചെയ്തതിൻ്റെ അവസാനം ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോ. അതിനുശേഷം ഞങ്ങൾ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം അടുത്ത വർക്കിൻ്റെ ഡെമോ ആണ് സുഹൃത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തവണ 2 കളറുകൾ കൊണ്ട് വരയ്ക്കേണ്ട ചിത്രമാണ്. ഒന്ന് ഒരു പ്രൈമറി കളറും അതിൻ്റെ സെക്കൻഡറി കളറും ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ടീമിലുള്ള അജിത് സാറും ഈ പ്രോഗ്രാമിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് പറന്നെത്തിയതാണ് രമ മാഡം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് രസമാണ് രമ മാഡം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ. അപ്പം വാട്ടർ കളറിനെ സ്നേഹിക്കുന്നവർ പിന്നെ ഇത് പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് വരും. അതിൻ്റെ ഈ ഇരിക്കുന്ന അനൂപും ബാംഗ്ലൂരിൽ നിന്ന് എത്തിയാണ് ഈ പ്രോഗ്രാമിന് മാത്രം പങ്കെടുക്കാൻ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ 2 പേര്, വയനാട് നിന്നെത്തിയ സുനിലേട്ടൻ, പാലക്കാട് നിന്നെത്തിയ
നമ്മുടെ അജിത് സാറ്, അങ്ങനെ ഒരു 7 പേരായിരുന്നു ഞങ്ങൾ ഈ ക്യാമ്പിലുണ്ടായിരുന്നത്. പിന്നെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ ഫ്രെഡിയെക്കുറിച്ച് പറയാതിരിക്കാൻ ആവുന്നില്ല. പ്രായത്തിൽ കഴിഞ്ഞ് പക്വതയുള്ള ഒരു ചെറുപ്പക്കാരൻ. അവനോട് സംസാരിച്ചിരിക്കാൻ അവനറിയാൻ വയ്യാത്ത കാര്യങ്ങളില്ല ഈ ലോകത്തിൽ നടക്കുന്നതിനെ പറ്റി. ഇതാണ് ഞാൻ വരച്ച ആദ്യത്തെ ദിവസത്തെ രണ്ടാമത്തെ ചിത്രം, 2 കളർ വെച്ച് ചെയ്തത്. ഞങ്ങൾ ഈ ഡെമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് സുജിത്ത് ഫ്ലൂട്ടിൽ അസാധ്യ ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. വളരെ രസമുള്ള ഒരു വായനയാണ് സുജിത്ത് പഠിച്ചിട്ടുണ്ട്, എങ്കിലും പ്രാക്ടീസിൻ്റെ കുറവൊക്കെ ഉണ്ടെന്ന് സുജിത്ത് പറയാറുണ്ട്. എങ്കിലും ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ആദ്യം തന്നെ ഒരു നല്ല ചിത്രം 3 കളർ, പ്രൈമറി കളറിൽ 3 കളർ ഉപയോഗിച്ചിട്ടാണ് ഈ ചിത്രം ചെയ്യാൻ പോകുന്നത് സുജിത്ത്. അപ്പോൾ ഞങ്ങൾ ഈ പ്രകൃതി ഭംഗിയിലിരുന്ന് രണ്ടാമത്തെ ദിവസമായ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് തന്നെ സുജിത്ത് ഡെമോ ആരംഭിച്ചേ. അപ്പോൾ ഞങ്ങൾ കാപ്പിയൊന്നും കുടിക്കാനാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കാപ്പി റെഡിയാകുമ്പം അവിടെ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വർക്ക് ഡെമോ നിർത്തി വെച്ചിട്ടാണ് പോയി കാപ്പി കുടിച്ചിട്ട് വന്ന് തിരിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ഒരു 11-11:30 ഞങ്ങൾ ഈ വർക്ക് തീർത്ത്. ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വർക്കാണ്, കാരണം ഇന്ന് അവസാന ദിവസമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലൈവ് കൂടി ചെയ്യേണ്ടതുണ്ട്. ദൂരെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു 4-4:30 നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. എന്തായാലും സുജിത്ത് വളരെ പെട്ടെന്ന് തന്നെ 3ാമത്തെ ഡെമോയാണ് ഞങ്ങളുടെ വർക്ക്ഷോപ്പിലേത്. ഈ ഡെമോ സുജിത്ത് തീർത്തു. വളരെ മനോഹരമായ ഒരു രീതിയിൽ 3 കളർ ഉപയോഗിച്ചിട്ടാണ് സുജിത്ത് ഈ ഡെമോ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ചിത്രം ചെയ്ത് തീർത്തു. ഇതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ലൈവ് പെയിൻറ്റിങ് കൂടി ചെയ്യേണ്ടതുണ്ട്. മഴക്കോളം ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ചെയ്തത്. എന്തായാലും ഞാൻ ഫ്രെഡിയെ ചാക്കിയിട്ട് എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ലൈവ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇതിന് ശേഷം ഒരു പ്ലെയിൻ എയർ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന 2 ചിത്രങ്ങൾ നിങ്ങളെ കാണിച്ചേക്കാം. എൻ്റെ കൂടുതൽ ചിത്രങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർ ഫേസ്ബുക്കിൽ ഗിരീഷ് നടുവട്ടൊന്ന് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അതോടൊപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ വണക്കം.